പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്രയധികം ഡ്രോണുകൾ എന്നുള്ള കാര്യവും ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതിൽ ഇന്ന് സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, കഴിഞ്ഞ ദിവസം ഇന്ത്യ അടിച്ചിട്ട ഡ്രോണുകളുടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിലൊരു പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നാണ്. അപ്പോൾ തുർക്കി പാകിസ്ഥാന് പൂർണ്ണമായ പിന്തുണയാണ്. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ആ ഭീകരാക്രമണത്തെ ആ കിരാതമായ ആ നടപടിയെ അപലപിക്കുവാൻ തുർക്കി തയ്യാറായിട്ടില്ലായിരുന്നു അല്ലേ? മാത്രമല്ല തൊട്ടു പിന്നാലെ കറാച്ചിയിലേക്ക് തുർക്കിയുടെ ഷിപ്പ് മൊത്തം യുദ്ധസന്നാഹവുമായി എത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം കൂടി തുർക്കി ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ ഭീകരരെ ഉന്മൂലനം ചെയ്ത ആ ഭീകരരെ രക്തസാക്ഷികളായിട്ടാണ് തുർക്കി കണ്ടത്. അങ്ങനെ തുർക്കി കഴിഞ്ഞ കുറെ കാലമായിട്ട് പാകിസ്ഥാന് സാമ്പത്തികമായുള്ള സഹായവും അതുപോലെ തന്നെ ആയുധ സഹായവും പിന്നെ ധാർമ്മികമായ പിന്തുണയും നൽകി വരികയാണ്. അപ്പോൾ തുർക്കിയാണ് ഈ ഡ്രോണുകൾ പാകിസ്ഥാന് നൽകുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. തുർക്കിയിൽ നിന്നാണ് പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ വാങ്ങുന്നത്. അങ്ങനെ പാകിസ്ഥാന്റെ ആയുധ സംഭരണ ശേഷി കൂട്ടുകയാണ് തുർക്കി ചെയ്തത്. ഈ തുർക്കി ഡ്രോണുകളെയാണ് ഇപ്പോൾ ഇന്ത്യ നിലംപരിശാക്കിയിരിക്കുന്നത് അല്ലേ? ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഡ്രോൺ ഭാഗങ്ങൾ വീണാണ് ഇപ്പോൾ ചിലയിടങ്ങളിൽ സാധാരണക്കാരായ ഗ്രാമീണർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പഞ്ചാബിൽ കണ്ടത് അല്ലേ? അമൃത്സറിൽ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ ഫിറോസ്പൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 3 പേർക്ക് പരിക്കേൽക്കുന്ന കാര്യമുണ്ടായി. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഡ്രോണിന്റെ ഭാഗങ്ങൾ തെരച്ചിൽ നടത്തുന്നതാണ്. ഇതിപ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എല്ലായിടത്തും ഇതിനകം 20-ലധികം കേന്ദ്രങ്ങളിൽ ഇന്ന് മാത്രം ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം 36 കേന്ദ്രങ്ങളിലേക്കാണ് ഡ്രോൺ പായിച്ചത്. പാകിസ്ഥാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തി പരീക്ഷിക്കൽ. അതുമാത്രമല്ല, ഇനി ഇതിന് പിന്നാലെ മിസൈലുകൾ വിടുവാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ നടത്തും. അങ്ങനെ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയും സൈനിക യൂണിറ്റുകൾക്ക് നേരെയും അതുപോലെ തന്നെ ജനവാസ മേഖലകളിലേക്കുമാണ്. അതായത് ഇന്ത്യ എന്താണോ പാകിസ്ഥാനെതിരെ ഇപ്പോൾ ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്നത്, അതിൻ്റെ നേരെ എതിർ പ്രവർത്തനമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ 2 രാത്രികളിൽ കണ്ടത്. ഇന്ന് 3ാമത്തെ രാത്രിയിലും പാകിസ്ഥാൻ ഇത് ആവർത്തിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പലയിടങ്ങളിലും ഡ്രോണുകൾ കാണുന്നു എന്നുള്ള കാര്യം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില കുറിപ്പുകൾ ഇതിനെക്കുറിച്ച് വരുന്നു. ഡ്രോണുകൾ ഈ പ്രദേശങ്ങളിലെല്ലാം കണ്ടുവെന്ന് ഇപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള അമൃത്സറിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൃത്സറിൽ അതുപോലെ തന്നെ ഗുജറാത്തിന്റെ അതിർത്തിയിൽ പാക് അതിർത്തിയിൽ ഒക്കെ ഈ രീതിയിൽ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും വ്യോമാതിർത്തി ലംഘിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇല്ലേ? ലഡാക്ക് മുതൽ അങ്ങോട്ട് ഗുജറാത്തിന്റെ തീരം വരെ ഈ രീതിയിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിച്ച് ഡ്രോണുകൾ അയച്ചിരുന്നു. ആ ഡ്രോണുകൾ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ തട്ടിത്തെറിച്ചിരുന്നു. പക്ഷേ ഇന്നും പാകിസ്ഥാൻ ഇതേ പ്രവൃത്തി തന്നെ തുടരുന്ന കാഴ്ചയാണ്. 26 ലൊക്കേഷനുകളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്, ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസി ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ. 26 ലൊക്കേഷനുകളിൽ, പ്രത്യേകിച്ച് ബാരാമുള്ളയിൽ ആരംഭിക്കുന്ന മേഖലയിൽ നിന്ന് ഭുജ് ഉൾപ്പെടുന്ന മേഖല വരെയുള്ള മേഖലകളിൽ മാത്രം 26 സ്പോട്ടുകളിലേക്ക് 26 സൈറ്റുകളിലേക്ക് ആണ് 26 ലൊക്കേഷനുകളിലേക്ക് ആണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി, അതായത് അതിർത്തി മേഖലകളിൽ മാത്രം 26 ലൊക്കേഷനുകളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൈന്യം വ്യക്തമാക്കിയത് 36 സ്പോട്ടുകളായിരുന്നു. 400 ഇടങ്ങളിലേക്ക്. എവിടേക്കാണോ ഇന്നലെ ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്കാണോ പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചത്, സമാനമായ അതേ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ്, ഏതാണ്ട് അതേ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് ഇന്നും ഡ്രോൺ അയച്ച് ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാവുന്നതാണ് അല്ലെ? ഇപ്പോൾ 26 കേന്ദ്രങ്ങളിലേക്കാണ് ഡ്രോണുകൾ വിടുന്നത്. അഖ്നൂർ, പത്താൻകോട്ട്, രജൌരി, നഗ്രോട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകൾ ആണ്. അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവെക്കുന്ന പ്രദേശങ്ങൾ, ലൈൻ ഓഫ് കൺട്രോളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിയോ അതല്ല എങ്കിൽ നിയന്ത്രണ രേഖയിലോ ഒക്കെ വരുന്ന ഭൂപ്രദേശങ്ങൾ ആണ്. ഇവിടേക്ക് നിരന്തരമായി പാകിസ്ഥാൻ ഇന്നും ആക്രമണം നടത്തി. ഒപ്പം പഞ്ചാബിനെയും ലക്ഷ്യമിടുന്നു, രാജസ്ഥാനെയും
പാകിസ്ഥാനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് സംബന്ധിച്ച സ്ഥിരീകരണമടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഫിറോസ്പൂരിൽ ആണ് നിലവിൽ 3 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ ആണ്. ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണ് എന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ആക്രമണം നടത്തുമ്പോഴും വലിയ ആൾനാശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഡ്രോണിന്റെ ചില ഭാഗങ്ങൾ പതിച്ച് തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം പാകിസ്ഥാൻ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ, തുടർച്ചയായി 3ാമത്തെ ദിവസം ഇന്ന് രാത്രിയും ആക്രമണം നടത്തുമ്പോൾ അത് ജനവാസ മേഖലകളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ മനഃപൂർവമായ ബോധപൂർവമായ ഒരു പ്രകോപനം ഉണ്ടാക്കുന്നു പാകിസ്ഥാൻ എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതേസമയം ഇന്ത്യ ആകട്ടെ തിരിച്ചടിക്കുന്നു. അത് ജനവാസ മേഖലകളിൽ അല്ല, മറിച്ച് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആണ് ആക്രമണം ഇന്ത്യ നടത്തുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ തിരിച്ചടിയും അങ്ങനെ ആരംഭിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് പാകിസ്ഥാനെ ചെറുക്കുന്നു, പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യ തിരിച്ചടിയും ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലത്തേതുപോലെ സമാനമായ ഒരു തരത്തിലുള്ള ആക്രമണത്തിന് ഇന്ത്യ മുതിരുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇന്നലെ വലിയൊരു ആക്രമണ പദ്ധതി ആയിരുന്നു ഇന്ത്യ പൊളിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തിരിച്ചടിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്ന് ഇതുവരെയും പാകിസ്ഥാൻ അത്ര വലിയൊരു ആക്രമണം നടത്തുവാൻ സാധിച്ചിട്ടില്ല. കാരണം ഇന്നലെ തന്നെ ഇന്ത്യ ഇത് പൊളിച്ച് പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളും ഒന്നൊന്നായി പൊളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ കൃത്യമായി ചെറുക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു. ഇന്ത്യയുടെ S-400 എന്ന പ്രതിരോധ സംവിധാനം, അതായത് ഡ്രോണുകളെ നേരത്തെ തന്നെ മോണിറ്റർ ചെയ്ത് വളരെ കൃത്യമായി നിർവീര്യമാക്കുവാൻ പറ്റുന്ന ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ആണ് S-400 എന്ന പ്രതിരോധ സംവിധാനം. സുദർശൻ ചക്ര എന്ന പ്രതിരോധ സംവിധാനം. ആ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രോണുകളെ ഓരോന്നായി നിലംപരിശാക്കുന്നത്, നിർവീര്യമാക്കുന്നത്. അപ്പോഴും ചില കാഷ്വാലിറ്റികൾ അല്ലെങ്കിൽ ചില അപകടങ്ങൾ, ചില പരുക്കുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഫിറോസ്പൂരിൽ നിന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതായി വരുന്നു. അവിടെ ജനവാസ മേഖലയിൽ തന്നെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതിൽ ഒരു ഡ്രോൺ അത് പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിച്ചില്ല. ആ ഡ്രോണിന്റെ ചില ഭാഗങ്ങൾ പതിച്ച് ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ ജനവാസ മേഖലയെ ലക്ഷ്യമാക്കി വീടുകളെ, സാധാരണക്കാരായ ആളുകളെ ഒക്കെ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വളരെ കൃത്യമായി ചെറുക്കുകയാണ് ഇന്ത്യയുടെ സൈന്യം. മനു ഭരത്തും അതോടൊപ്പം തന്നെ മിഥുനും ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.